പ്രഭാത ഭക്ഷണം ചുവപ്പൻ മാങ്ങ, നേന്ത്രപ്പഴം, പിന്നെ കുറച്ച് വെജിറ്റബിൾസും. അത് കഴിഞ്ഞ് കപ്പ വൃത്തിയായി കഴുകി വെട്ടി റെഡിയാക്കി കട്ട് ചെയ്തതിനു ശേഷം അതിൽ ചെറിയ വിഷാംശം ഉണ്ടാകുന്നില്ലത് കൊണ്ട് അത് പതപ്പിച്ച് മൂറ്റിക്കളയില്ല. ഇതിൽ സൈനൈഡിൻ്റെ അംശം ഉണ്ടാകുന്ന പറയുന്നു. അപ്പോൾ സൈനൈഡിൻ്റെയും മറ്റ് വിഷാംശങ്ങൾ നീക്കിക്കാൻ വേണ്ടി ശരിക്കും തിളപ്പിച്ച് ഊറ്റിക്കളഞ്ഞ് രണ്ടാമത് വെള്ളം വെച്ച് തിളച്ച് നല്ല പാകമായി ഫ്രഷ് കപ്പ. പിന്നെ പുട്ടിന് വേണ്ടി തേങ്ങ ചേരേണ്ടത് റെഡിയാക്കലാണ്. അപ്പോൾ അതിന് തേങ്ങ ചേരേണ്ടുന്ന പരിപാടി ഇത്. പിന്നെ മറ്റേ ചിരവാകുമ്പോൾ ചിരവ കഴുകൽ നല്ല ചെറിയ ചിരവുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് പുട്ടിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളത്തിൽ അരമണിക്കൂർ കുതിർത്ത് വെക്കും. അപ്പോൾ നല്ല പാകമാവും. എന്നാലും പുട്ട് നല്ല സോഫ്റ്റ് വെണ്ണ പോലെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പുട്ടിൻ്റെ പാനിൽ വെള്ളം വെച്ച് വെള്ളം വെട്ടി തിളക്കുന്നു. അത് വാരി നിറച്ച് ഉണ്ട അതിൻ്റെ മേലേക്ക് വെച്ചു. അത് ഒരു 10 മിനിറ്റ് പോകണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ പുഴുങ്ങലരിയാണ് 10 മിനിറ്റ് നല്ല വെണ്ണ പോലത്തെ പുട്ടായിരിക്കും. അങ്ങനെ വെണ്ണ പോലത്തെ പുട്ട് റെഡി. ഇനി കടല ഉണ്ടാക്കുന്നതും മറ്റ് കറികളിലും പപ്പടം ആക്കുന്നതൊന്നും ഇതിൽ കാണിക്കുന്നില്ല. വീഡിയോ നീളും. അത് മറ്റ്